അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അലട്ടുന്ന ഒരു കാര്യമാണ് പണം. പണം, സമ്പത്ത്, അത് മാത്രമല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞാലും അത് അത്യാവശ്യമാകുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ പണം വലിയൊരു പ്രധാന ഘടകമാകാറുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടാതെ ആകുമ്പോൾ നമ്മൾ പലരും തകർന്നു പോകാറുണ്ട്. ചിലപ്പോൾ ചിലർ കാശ് ഉണ്ടാക്കാനായിട്ട് പല വഴികളും നടന്നു പോകാറുണ്ട്. പക്ഷേ വിശ്വാസമുള്ള ഹൃദയം എന്താണ് ചെയ്യുക? ഒരു വിശ്വാസി അവൻ്റെ വിഷമമുള്ള സമയങ്ങളിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കും. എന്തുകൊണ്ട്? നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് ഇല്ലാത്തതാണ്. എങ്ങനെയാണ് റിസ്ക് നേടാൻ കഴിയുന്നത്? അതുപോലെ കാശ് അത്യാവശ്യമായി വരുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ജീവിതത്തിൽ കാശിൻ്റെ കുറവ് അത് വരുന്നത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഭയം കൊണ്ടും പണം കൊണ്ടും സമ്പത്തിൻ്റെ കുറവ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന്. പണം കുറയുന്നത് ശിക്ഷയല്ല, അത് പലപ്പോഴും നമ്മൾ ഉയർത്താനുള്ള അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. നമ്മുടെ ഹൃദയം പണത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും അല്ലാഹുവിലേക്ക് തിരിയാൻ വേണ്ടി, നമ്മളിൽ നിന്നുള്ള അഹങ്കാരം നീങ്ങാൻ വേണ്ടി, അതുപോലെ പാവപ്പെട്ടവരോടുള്ള പെരുമാറ്റം നന്നാകാൻ വേണ്ടി, കണ്ണീരോടെ ദുആ ചെയ്താൽ നമ്മുടെ മുമ്പിലുള്ള വാതിലുകൾ തുറക്കാൻ വേണ്ടി. നിങ്ങൾ ഒരിക്കലെങ്കിലും മറക്കരുത്, റിസ്ക് എന്നത് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രമല്ല വരുന്നത്, അല്ലാഹുവിൻ്റെ കരുണ കൊണ്ടാണ് ലഭിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യമായി പണം ആവശ്യം വരുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന് ദുആ ചെയ്യുക. ഹസ്ബിയ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇത് നിങ്ങൾ 7 പ്രാവശ്യം ചൊല്ലിയാൽ പണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് ഖുർആൻ ഹദീസിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ വാഖിയ നിത്യവും പാരായണം ചെയ്യുക. യാ മുഅ്മിനീ എന്ന ദിക്ർ നിത്യവും പതിവാക്കുക. അതുപോലെ അസ്തഗ്ഫിറുല്ലാ പതിവാക്കുക. ഒരുപാട് പേർ ഇതൊക്കെ പതിവാക്കുന്നവരാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇതൊക്കെ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ജീവിതം സന്തോഷപൂർവ്വം ആക്കിത്തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.